കൈകളിൽ ഒരു സഞ്ചി തൂക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരോ ആഡംബരങ്ങളോ ഇല്ലാതെ വേഷം മാറി DM രാധിക സിംഗ് ചന്തയിലേക്ക് നടക്കുകയായിരുന്നു. സിസ്റ്റം സാധാരണക്കാരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് സ്വന്തം കണ്ണുകളാൽ കാണാൻ അവൾ ആഗ്രഹിച്ചു. നടന്നു നീങ്ങുന്നതിനിടയിൽ അവളുടെ ശ്രദ്ധ ഒരു പാനിപ്പൂരി വണ്ടിയിൽ പതിഞ്ഞു. രാമു എന്ന പേരുള്ള മധ്യവയസ്കൻ വളരെ വേഗത്തിൽ പാനിപ്പൂരികൾ നിറച്ച് ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് വിയർപ്പുണ്ടായിരുന്നെങ്കിലും കണ്ണുകളിൽ ഒരു പ്രത്യേക സംതൃപ്തി ഉണ്ടായിരുന്നു. രാധിക സിംഗ് വണ്ടിക്കടുത്ത് ചെന്ന് നിന്നു പറഞ്ഞു, "ഭയ്യ, ഒരു പ്ലേറ്റ് പാനിപ്പൂരി." രാമു പുഞ്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു, "ശരി മാഡം, എങ്ങനെയുള്ളതാണ് വേണ്ടത്? എരിവുള്ളതാണോ അതോ മധുരമുള്ളതാണോ?" രാധികയുടെ കണ്ണുകളിൽ ഒരു കുസൃതി തിളങ്ങി. അവൾ പറഞ്ഞു, "നല്ല എരിവുള്ളതുണ്ടാക്കൂ, കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നണം." രാമു പറഞ്ഞു, "ശരി മാഡം, ഇപ്പോൾ തരാം." അവൻ തന്റെ വിദ്യകൾ പുറത്തെടുത്തു. ഒരു പൂരിയെടുത്ത് അതിൽ ഉരുളക്കിഴങ്ങും മട്ടറും നിറച്ച് പുതിനയും പുളിയും ചേർത്ത മസാല വെള്ളത്തിൽ മുക്കി രാധികയ്ക്ക് നൽകി. രാധിക പാനിപ്പൂരി വായിലേക്ക് വച്ചതും ആളുകളുടെ ചിരിയും സംസാരവും പെട്ടെന്ന് നിലച്ചു. രാധിക തിരിഞ്ഞു നോക്കിയപ്പോൾ 2 ബുള്ളറ്റ് ബൈക്കുകളിലായി 3 പോലീസുകാരും അധികാരഗർവുള്ള ഇൻസ്പെക്ടർ കൈലാസ് റാത്തോഡും എത്തിയിരുന്നു. അവരുടെ മോട്ടോർ സൈക്കിൾ വണ്ടിക്ക് തൊട്ട് മുന്നിൽ വന്നു നിന്നു. കൈലാഷ് റാത്തോഡ് മീശ പിരിച്ചുകൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങി രാമുവിനെ നോക്കി ഗർജിച്ചു, "എടാ രാമു, നീ ഇന്ന് വീണ്ടും ഇവിടെ വണ്ടിയിട്ടോ? റോഡിൽ കച്ചവടം ചെയ്യരുതെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? നീ നന്നാകില്ലല്ലേ?" ഇത് കേട്ടതും രാമുവിന്റെ തെളിഞ്ഞ മുഖം പെട്ടെന്ന് വാടി. അവൻ ഭയത്തോടെ കൈകൾ കൂപ്പി പറഞ്ഞു, "സാറേ, പാവപ്പെട്ടവനാണ്, മക്കളെ വളർത്തണം. വണ്ടി അല്പം സൈഡിലേക്കല്ലേ മാറ്റിയിട്ടുള്ളൂ, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ." ഇൻസ്പെക്ടർ ഉറക്കെ ചിരിച്ചു. "ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് നീയാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ഈ ആഴ്ചത്തെ വിഹിതം എവിടെ? കച്ചവടം നന്നായി നടക്കുന്നത് കൊണ്ട് നിന്റെ തലയ്ക്ക് വെളിവില്ലാതായോ?" രാമു പരിഭ്രമിച്ചു. "ഇല്ല സാറേ, അങ്ങനെയല്ല. കച്ചവടം തുടങ്ങിയിട്ടേ ഉള്ളൂ. വൈകുന്നേരം കിട്ടുന്നത് ഞാൻ സ്റ്റേഷനിൽ എത്തിക്കാം." ഇൻസ്പെക്ടറുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. "വൈകുന്നേരം വരെയോ? ഞങ്ങളെ വിഡ്ഢികളാക്കുകയാണോ നീ?" രാമു ഭയന്ന് പറഞ്ഞു. "ഇല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചത്..." രാമു കൂടുതൽ പറയുന്നതിന് മുൻപ് കോൺസ്റ്റബിൾ വർമ്മ മുന്നോട്ട് വന്ന് വണ്ടിയിലിരുന്ന മസാല വെള്ളത്തിന്റെ പാത്രം എടുത്ത് റോഡിലേക്ക് എറിഞ്ഞു. മസാല വെള്ളം റോഡിലാകെ പരന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നതിന് മുൻപേ ഇൻസ്പെക്ടർ കൈലാസ് റാത്തോഡ് തന്റെ ഘനമേറിയ ബൂട്ടിട്ട് രാമുവിന്റെ വണ്ടി ആഞ്ഞു തൊഴിച്ചു. വണ്ടി ആകെ മറിഞ്ഞു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, മട്ടർ ചട്നി എന്നിവയെല്ലാം റോഡിൽ ചിതറി. 100 കണക്കിന് പൂരികൾ അഴുക്കുവെള്ളത്തിൽ വീണു. രാമുവിന്റെ ഒരു ദിവസത്തെ അധ്വാനവും തന്റെ മകളെ ഡോക്ടറാക്കണമെന്ന സ്വപ്നവും ആ അഴുക്കുചാലിൽ ചിതറിക്കിടന്നു. രാമു തറയിലിരുന്ന് തന്റെ ചിതറിക്കിടക്കുന്ന പൂരികൾ നോക്കി കരയാൻ തുടങ്ങി. ഇത് കണ്ട രാധിക സിംഗിന്റെ രക്തം തിളച്ചു. ഒരു DM എന്ന നിലയിലല്ല, മറിച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അവൾ ഒരു ചുവട് മുന്നോട്ട് വെച്ച് കടുത്ത സ്വരത്തിൽ ചോദിച്ചു, "ഇതെന്ത് രീതിയാണ്? ഒരു പാവപ്പെട്ടവന്റെ ഉപജീവന മാർഗത്തെ ഇങ്ങനെ തൊഴിച്ചു തെറിപ്പിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ?" രാധികയുടെ ശബ്ദം കേട്ട് ഇൻസ്പെക്ടറും സംഘവും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കൈലാഷ് റാത്തോഡ് രാധികയെ മുകളിൽ നിന്ന് താഴെ വരെ നോക്കി. ഒരു സാധാരണ ചുരിദാർ ധരിച്ച സ്ത്രീ തന്നെ നിയമം പഠിപ്പിക്കാൻ ധൈര്യപ്പെട്ടല്ലോ എന്നവൻ ചിന്തിച്ചു. അവൻ പരിഹാസത്തോടെ പറഞ്ഞു, "ഓഹോ, അപ്പോൾ ഇന്ന് സമൂഹ സേവനത്തിന് ആരാണ് എത്തിയിരിക്കുന്നത്? ആരാണ് മേഡം നിങ്ങൾ? ഇയാളുടെ ബന്ധുവാണോ? പോയി നിന്റെ പണി നോക്ക്. ഇവിടെ വന്ന് നേതാവാകാൻ നോക്കണ്ട." കോൺസ്റ്റബിൾ വർമ്മയും പരിഹസിച്ചു. "മേഡം ഈ നഗരത്തിൽ പുതിയതാണെന്ന് തോന്നുന്നു. ഇൻസ്പെക്ടർ കൈലാഷ് റാത്തോഡ് സാറാണെന്ന് അറിയില്ലേ?" രാധിക ദീർഘശ്വാസം എടുത്തു പറഞ്ഞു.
ഞാൻ ആരായാലും ഈ രാജ്യത്തെ പൗരയാണ്. ഒരാളുടെ അധ്വാനം നശിപ്പിക്കാൻ ഏത് നിയമമാണ് നിങ്ങൾക്ക് അനുവാദം നൽകിയത്? ഇത് പാവപ്പെട്ടവരോടുള്ള ക്രൂരതയല്ലാതെ മറ്റെന്താണ്? ക്രൂരത, നിയമം എന്നീ വാക്കുകൾ കേട്ടതും കൈലാഷിന്റെ നിയന്ത്രണം വിട്ടു. ജനക്കൂട്ടത്തിന് മുന്നിൽ തന്റെ അഹങ്കാരത്തിന് മുറിവേറ്റതായി അയാൾക്ക് തോന്നി. അയാൾ അലറി, നിൽക്ക്! നിന്നെ ഇപ്പോൾ ഞാൻ നിയമം പഠിപ്പിക്കാം. അടുത്ത നിമിഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അയാൾ തന്റെ കൈവീശി രാധികയുടെ കവിളത്ത് ആഞ്ഞടിച്ചു. ആ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. ഒരു നിമിഷം സമയം നിശ്ചലമായതുപോലെ തോന്നി. രാധികയുടെ കവിളിൽ 5 വിരലുകളുടെ പാട് തെളിഞ്ഞു. അവളുടെ ചെവിയിൽ ഒരു മുഴക്കം അനുഭവപ്പെട്ടു. കൂടി നിന്നവർ അമ്പരന്നു പോയി. ഒരു പോലീസുകാരൻ നടു റോഡിൽ വെച്ച് ഒരു സ്ത്രീയെ തല്ലിയത് ആർക്കും വിശ്വസിക്കാനായില്ല. രാമു സ്തംഭിച്ചുപോയി. എന്നാൽ പോലീസുകാർക്ക് ഒരു കുലുക്കവുമില്ലായിരുന്നു. അവർ പൊട്ടിച്ചിരിച്ചു. നന്നായി, നിയമം പഠിപ്പിക്കാൻ വന്നതായിരുന്നു, കൈലാഷ് പറഞ്ഞു. ഇപ്പോഴെങ്കിലും മനസ്സിലായോ പോലീസിനോട് എതിർത്ത് സംസാരിച്ചാലുള്ള ഫലം? രാധിക കവിളിൽ കൈവച്ചു. വേദനയേക്കാൾ കൂടുതൽ അപമാനമാണ് അവൾക്ക് തോന്നിയത്. എന്നാൽ അവളുടെ ഉള്ളിലെ ദേഷ്യം ഇപ്പോൾ ഒരു വലിയ തീരുമാനമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു പോലീസുകാരൻ മുന്നോട്ട് വന്ന് രാധികയുടെ കയ്യിൽ ബലമായി പിടിച്ചു പറഞ്ഞു, സാറേ, ഇവളെ ഇപ്പോൾ തന്നെ വലിച്ചിഴച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. കൈലാസ് ആക്രോശിച്ചു. അതെ, ഇവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. അവളുടെ എല്ലാ അഹങ്കാരവും നമുക്ക് അവിടെ തീർക്കാം. പോലീസുകാർ രാധികയെ ബലമായി തള്ളി വണ്ടിയിലേക്ക് കയറ്റി. ആരും പ്രതികരിച്ചില്ല. എല്ലാവരുടെയും കണ്ണുകളിൽ പോലീസിനോടുള്ള പേടിയായിരുന്നു. താൻ എത്രത്തോളം ഗുരുതരമായ സാഹചര്യത്തിലാണെന്ന് രാധികയ്ക്ക് മനസ്സിലായി. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് അവൾ ചിന്തിച്ചു. ഒരു ഫോൺ കോൾ മതി ഇവർ 4 പേരും തന്റെ കാൽക്കൽ വീഴാൻ. പക്ഷെ അവൾ വേറൊന്നാലോചിച്ചു. ഞാൻ DM ആണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ ഇവർ പേടിച്ച് എനിക്ക് ചുറ്റും വരും, മാപ്പ് പറയും. പക്ഷെ ഞാൻ കാണാനിറങ്ങിയ ആ യാഥാർത്ഥ്യത്തിന്റെ അവസ്ഥ എന്താകും? DM എന്ന ടാഗ് ഇല്ലാത്ത സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? പ്രതിദിനം ഇതുപോലെ അപമാനിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുടെ അവസ്ഥയോ? അവൾ മനസ്സിൽ തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ എന്റെ ഐഡന്റിറ്റി പറയില്ല. ഈ സിസ്റ്റത്തിന്റെ അഴുക്ക് അവസാനം വരെ എനിക്ക് കാണണം. ഒരു സാധാരണ സ്ത്രീയോട് ഇവർ എത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ പെരുമാറുമെന്ന് എനിക്കറിയണം. ഈ നാടകം കുറച്ചു നേരം കൂടി തുടരട്ടെ. അവൾ എതിർപ്പൊന്നും കാട്ടിയില്ല. പോലീസ് വണ്ടി സ്റ്റേഷനിലേക്ക് നീങ്ങി. രാധിക നിശബ്ദമായിരുന്നു. അവളുടെ മുഖം ശാന്തമായിരുന്നു. പക്ഷെ കണ്ണുകളിൽ ഒരു കൊടുങ്കാറ്റൊളിച്ചിരിപ്പുണ്ടായിരുന്നു. വഴിയിലുടനീളം പോലീസുകാർ അശ്ലീലമായ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവൾ വലിയ ആളാണെന്ന് തോന്നുന്നു, ഒരുവൻ പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, ഏയ്, വലിയ തറവാട്ടിലെ പെണ്ണാണെങ്കിൽ തെരുവിൽ പാനിപ്പൂരി തിന്നാൻ നിൽക്കുമോ? ആരുടെ എന്തെങ്കിലും കൂടെ ഒളിച്ചോടി വന്നതാകും. സ്റ്റേഷനിലെത്തട്ടെ. കൈലാസ് സാറിന്റെ കൈയുടെ ചൂട് അറിയുമ്പോൾ എല്ലാം നേരെയാകും. രാധിക ഇതെല്ലാം കേട്ടു. പക്ഷെ ഒന്നും മിണ്ടിയില്ല. അവൾ ഓരോ മുഖവും ഓരോ പേരും മനസ്സിൽ കുറിച്ചു വച്ചു. സ്റ്റേഷനിലെത്തിയതും അവളെ വലിച്ചിഴച്ചാണ് ഇറക്കിയത്. കൈലാഷ് ഉത്തരവിട്ടു, ഇവളെ ലോക്കപ്പിലിടൂ. ഒരു വനിതാ കോൺസ്റ്റബിൾ രാധികയെ പിടിച്ചു തള്ളി ലോക്കപ്പിനുള്ളിലാക്കി പുറത്തു നിന്ന് പൂട്ടി. ലോക്കപ്പിനുള്ളിലെ അന്തരീക്ഷം നരക തുല്യമായിരുന്നു. ചെറിയ മുറി, മൂക്കും പൊത്തിപ്പിടിച്ചിരിക്കേണ്ട നാറ്റം, മൂലയിൽ ഒരു പഴയ പുതപ്പ്. അവിടെ സുമൻ എന്ന 40 വയസ്സുകാരിയും പ്രിയ എന്ന 24 വയസ്സുകാരിയും ഭയന്നിരിക്കുന്നുണ്ടായിരുന്നു. സുമൻ ചോദിച്ചു, സഹോദരി, എന്തിനാണ് നിന്നെ പിടിച്ചത്? രാധിക ദീർഘശ്വാസം എടുത്തു പറഞ്ഞു, ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ശ്രമിച്ചതാണ് തെറ്റ്. സുമൻ നെടുവീർപ്പിട്ടു. സഹോദരി, ഈ നാട്ടിൽ പാവപ്പെട്ടവർക്കിടമില്ല. കയ്യിൽ പണമോ സ്വാധീനമോ ഇല്ലെങ്കിൽ അവർ നമ്മളെ പീഡിപ്പിക്കും. പ്രിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു.
എന്റെ വീട്ടുകാർ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. മോഷണം നടത്തിയെന്ന് സമ്മതിക്കാൻ പറഞ്ഞ് അവർ എന്നെ തല്ലുകയാണ്. രാധികയുടെ ഉള്ളു നൊന്തു. ഇതായിരുന്നു താൻ ഭരിക്കുന്ന സിസ്റ്റത്തിന്റെ യഥാർത്ഥ മുഖം. കുറച്ചു കഴിഞ്ഞ് കൈലാഷ് റാത്തോഡ് ലോക്കപ്പിനടുത്തെത്തി. അയാൾ മുറുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മാഡം ഞങ്ങളുടെ സർക്കാർ സൽക്കാരം? രാധിക നിർഭയയായി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഇൻസ്പെക്ടർ, നിങ്ങൾ ചെയ്തത് ശരിയല്ല. നിങ്ങൾ നിങ്ങളുടെ യൂണിഫോമിനെ അപമാനിച്ചു. കൈലാഷ് നിലത്ത് തുപ്പി പറഞ്ഞു. യൂണിഫോമിനെ പറ്റി എന്നെ പഠിപ്പിക്കണ്ട. മിണ്ടാതെ ഈ പേപ്പറിൽ ഒപ്പിട്. നീ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ലഹരിയിലായിരുന്നുവെന്നും ഇതിലുണ്ട്. ഒപ്പിട്ടിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. ഇത് കേട്ടതും രാധിക പറഞ്ഞു. ഞാൻ കള്ളക്കഥകളിൽ ഒപ്പിടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കൈലാഷ് ചിരിച്ചു. ഒപ്പിടില്ലേ? എന്നാൽ ഇവിടെ കിടന്ന് കൊതുക് കടികൊള്ളുമ്പോൾ നിനക്ക് ബോധം വരും. പിന്നീട് അയാൾ മോശമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങളുടെ പക്കൽ വേറെയും വഴികളുണ്ട്. അയാളുടെ ഉദ്ദേശം രാധികയ്ക്ക് മനസ്സിലായി. അവൾക്ക് അറപ്പാണ് തോന്നിയത്. നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോളൂ, ഞാൻ ഒപ്പിടില്ല, രാധിക ഉറപ്പിച്ചു പറഞ്ഞു. ദേഷ്യം വന്ന കൈലാഷ് പറഞ്ഞു. വർമ്മ, ഇവളെ അകത്തേക്ക് കൊണ്ടുപോകൂ. പോലീസിനെ അനുസരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഇവൾക്ക് കാണിച്ചു കൊടുക്കൂ. 2 പോലീസുകാർ രാധികയെ ലോക്കപ്പിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിഴച്ചു. രാധിക പറഞ്ഞു. വിടെന്നെ, ഇത് തെറ്റാണ്. ഒരു പോലീസുകാരൻ രാധികയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു വലിച്ചു. പറയുന്നത് കേൾക്കടി, സാർ വിളിക്കുകയാണ്. രാധിക വേദന കൊണ്ട് പുളഞ്ഞു. അവർ അവളെ ഒരു ഇരുട്ടുമുറിയിലേക്ക് തള്ളിയിട്ടു. കൈലാഷ് റാത്തോഡ് ഒരു ലാത്തിയുമായി മുറിയിലേക്ക് വന്നു. ഇപ്പോഴെങ്കിലും ഒപ്പിടുന്നുണ്ടോ, അതോ ഈ ലാത്തി നിന്റെ സേവനം അവസാനിപ്പിക്കണോ? ഇത് കേട്ടതും രാധിക പറഞ്ഞു. എന്നെ അടിച്ചോളൂ, പക്ഷെ ഓരോ മുറിവിനും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. കൈലാഷ് ചിരിച്ചു. ആര് ചോദിക്കാൻ? നിന്നെ പോലെയുള്ള ഒരു തെരുവ് പെണ്ണ് ചോദിക്കുമോ? അയാൾ ലാത്തി ഉയർത്തി. രാധിക കണ്ണുകൾ അടച്ചു. തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള സമയമായെന്ന് അവൾ കരുതി. പെട്ടെന്ന് പുറത്ത് ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ടു. ACP റാങ്കിലുള്ള ഒരു ഓഫീസർ അകത്തേക്ക് വന്നു. ഇവിടെ എന്താണ് നടക്കുന്നത് കൈലാഷ്? കൈലാഷ് പെട്ടെന്ന് ലാത്തി മറച്ചു പിടിച്ചു. സാർ, ഇവൾ വളരെ മോശമായി പെരുമാറുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. രാധിക ASPയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഓഫീസർ, ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ രാത്രിയിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ACPക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഈ സ്ത്രീ സംസാരിക്കുന്ന രീതിയും അവളുടെ കണ്ണുകളിലെ ധൈര്യവും സാധാരണക്കാരുടേത് പോലെയല്ല. അയാൾ പറഞ്ഞു. ഇവളെ ലോക്കപ്പിലേക്ക് മാറ്റൂ. രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ മതി. റാത്തോഡ്, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. രാധിക വീണ്ടും ലോക്കപ്പിലായി. അന്ന് രാത്രി ബാക്കിയുള്ള ഭക്ഷണം അവൾക്ക് നൽകി. കൊതുക് കടി കൊണ്ടും സുമന്റെയും പ്രിയയുടെയും കരച്ചിൽ കേട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ കൈലാഷ് വീണ്ടും വന്നു. നിന്റെ ഭാഗ്യം, ജാമ്യം കിട്ടിയിട്ടുണ്ട്. ആരോ പത്രക്കാരെ വിവരം അറിയിച്ചു. നിന്നെ പോലുള്ളവരെ രക്ഷിക്കാൻ ആരൊക്കെയോ വരുന്നുണ്ട്, ഇറങ്ങിക്കോ. പുറത്ത് സോണിയ എന്ന റിപ്പോർട്ടർ ക്യാമറയുമായി നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ അവളെ തടയാൻ ശ്രമിച്ചു. കൈലാഷ് രാധികയോട് പറഞ്ഞു. ഇറങ്ങിപ്പോകൂ, ഇനി ഇവിടെ കൊണ്ടുപോകരുത്. രാധിക അവിടെ തന്നെ നിന്നു. സ്റ്റേഷന്റെ ഒരു മൂലയിൽ ഒരു വൃദ്ധ തന്റെ മകനെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് കരയുന്നത് അവൾ കണ്ടു. പക്ഷെ പോലീസ് അവരെ ആട്ടിയോടിച്ചു. രാധികയുടെ ക്ഷമ നശിച്ചു. അവൾ പതുക്കെ കൈലാഷ് റാത്തോഡിന്റെ നേരെ തിരിഞ്ഞു. അവളുടെ ശബ്ദം ഇപ്പോൾ ശാന്തമായിരുന്നു, പക്ഷെ കടുപ്പമേറിയതായിരുന്നു. ഇൻസ്പെക്ടർ കൈലാഷ് റാത്തോഡ്. അവൾ പേര് വിളിച്ചു. അയാൾ ഞെട്ടിപ്പോയി. അവൾ കോൺസ്റ്റബിൾ വർമ്മയെയും മറ്റുള്ളവരെയും നോക്കി അവരുടെ പേരും വിളിച്ചു. അവൾ തന്റെ ചുരിദാറിനുള്ളിൽ നിന്ന് ഒരു സാധാരണ മൊബൈൽ ഫോൺ എടുത്തു. ഇത് കണ്ടതും കൈലാഷ് അലറി. അവളുടെ ഫോൺ പിടിച്ചു വാങ്ങ്.
വർമ്മ മുന്നോട്ട് വന്നതും രാധിക തന്റെ വിരലുയർത്തി അവനെ തടഞ്ഞു. ആ ശബ്ദത്തിൽ ഒരു പ്രത്യേക അധികാരമുണ്ടായിരുന്നു. നിന്നിടത്ത് നിന്ന് പോകൂ കോൺസ്റ്റബിൾ വർമ്മ. രാധിക ഒരു നമ്പർ ഡയൽ ചെയ്തു. ഫോൺ സ്പീക്കറിലായിരുന്നു. കമ്മീഷണർ സാറിനെ കണക്ട് ചെയ്യൂ. രാധിക സിംഗ് ആണ് സംസാരിക്കുന്നത് എന്നവൾ മറുപടി പറഞ്ഞു. മറുപുറത്ത് കമ്മീഷണറുടെ ശബ്ദം കേട്ടു. രാധികാജി, നിങ്ങൾ എവിടെയാണ്? ഈ നമ്പറിൽ നിന്നാണോ വിളിക്കുന്നത്? രാധിക കൈലാഷിനെ നോക്കി പറഞ്ഞു. സർ, ഞാൻ കോത്രൂഡ് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലായിരുന്നു. ഇൻസ്പെക്ടർ കൈലാഷ് റാത്തോഡ് എന്റെ കവിളത്തടിച്ചു. ഞാൻ നിങ്ങളോട് ഉടൻ തന്നെ നിങ്ങളുടെ ഇന്റേണൽ അഫയേഴ്സ് ടീമുമായി ഇവിടെ എത്താൻ ആവശ്യപ്പെടുന്നു. ഫോൺ കട്ടായി. സ്റ്റേഷനിൽ മരണതുല്യമായ നിശബ്ദത പടർന്നു. കൈലാഷ് റാത്തോഡിന്റെ മുഖം വിളറി. അയാൾ വിറച്ചുകൊണ്ട് ചോദിച്ചു, മാഡം, നിങ്ങൾ ആരാണ്? രാധിക തന്റെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ രാധിക സിംഗ്, ഈ ജില്ലയുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഈ വാക്കുകൾ കേട്ടതും കൈലാഷിന്റെ കയ്യിൽ നിന്ന് ലാത്തി നിലത്തു വീണു. റിപ്പോർട്ടർ സോണിയ ഇതെല്ലാം ലൈവായി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ സൈറൻ മുഴക്കി കമ്മീഷണറും SSPയും സംഘവും അവിടെ എത്തി. DM-നെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. കമ്മീഷണർ സല്യൂട്ട് ചെയ്തു. രാധിക നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. കൈലാഷ് റാത്തോഡ് രാധികയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. മേഡം, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. എന്നോട് ക്ഷമിക്കണം. രാധിക ഗർജിച്ചു. അതാണ് പ്രശ്നം. നീ എന്നെ തല്ലിയത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടല്ല. ഞാനൊരു സാധാരണ സ്ത്രീയാണെന്ന് നീ കരുതിയത് കൊണ്ടാണ്. ഞാൻ DM അല്ലായിരുന്നെങ്കിൽ നീ എന്നെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുമായിരുന്നില്ലേ? കള്ളക്കേസിൽ കുടുക്കുമായിരുന്നില്ലേ? അവൾ ലോക്കപ്പിലിരുന്ന സുമനെയും പ്രിയയെയും ചൂണ്ടിക്കാട്ടി പറഞ്ഞു. ഈ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ഇത് പോലീസ് സ്റ്റേഷനാണോ അതോ ക്രൂരതയുടെ കേന്ദ്രമാണോ? രാധിക ഉടൻ തന്നെ ഉത്തരവിട്ടു. ഇൻസ്പെക്ടർ കൈലാഷ് റാത്തോഡ്, കോൺസ്റ്റബിൾ വർമ്മ എന്നിവരെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുന്നു. അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം. രാമുവിനുണ്ടായ നഷ്ടം ഇവരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കണം. കൈലാഷ് കരഞ്ഞു പറഞ്ഞു. മാഡം, എന്റെ കുടുംബം വഴിയാധാരമാകും. രാധിക പറഞ്ഞു. നീ ആ പാവം രാമുവിന്റെ വണ്ടി തൊഴിച്ചു തെറിപ്പിച്ചപ്പോൾ അവന്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചോ? സുമനെയും പ്രിയയെയും ഉടൻ വിട്ടയക്കാൻ അവൾ നിർദ്ദേശിച്ചു. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ രാധിക നേരെ രാമുവിന്റെ അടുത്തേക്ക് പോയി. രാമു കൈകൾ കൂപ്പി നിന്നു. രാധിക അവന്റെ കൈകൾ പിടിച്ചു പറഞ്ഞു, രാമു ഭയ്യ, മാപ്പ് ചോദിക്കേണ്ടത് ഞാനാണ്. എന്റെ സിസ്റ്റത്തിലെ ആളുകളാണ് നിങ്ങളെ ഉപദ്രവിച്ചത്. നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ആരും ഇനി നിങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങില്ല. ഇതു കേട്ടതും രാമു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മേഡം, നിങ്ങളൊരു മാലാഖിയാണ്. രാധിക പറഞ്ഞു, ഞാൻ മാലാഖിയല്ല. എന്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവൾ മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമത്തിനു മുകളിൽ ആരുമില്ല. പോലീസ് ജനങ്ങളുടെ സംരക്ഷകരാകണം, അല്ലാതെ ഭക്ഷകരാകരുത്. രാധിക തന്റെ ഔദ്യോഗിക വണ്ടിയിലേക്ക് നടന്നു. അവളുടെ കവിളിൽ വേദനയുണ്ടായിരുന്നു. പക്ഷേ മനസ്സിൽ വലിയൊരു സമാധാനമുണ്ടായിരുന്നു. ഇതൊരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണെന്ന് അവൾക്കറിയാമായിരുന്നു. പൂനെയിലെ ആ പ്രഭാതം വെറുമൊരു പ്രഭാതമായിരുന്നില്ല. അതൊരു പുതിയ പ്രതീക്ഷയുടെ തുടക്കമായിരുന്നു. ഈ കഥ വിനോദത്തിനും വിദ്യാഭ്യാസത്തിനുമായി നിർമ്മിച്ചതാണ്. ഇതിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും പൂർണ്ണമായും സാങ്കല്പികമാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.